മധുര ഒരു ചെങ്കടലായി മാറുന്ന കാഴ്ചയിലേക്ക് കൂടിയാണ് നമുക്ക് ഇനി കടക്കേണ്ടത്. കുറച്ച് നിമിഷം കഴിഞ്ഞു. ഒരുപക്ഷെ നേരത്തെ സജ്ജീകരിച്ച രീതി അനുസരിച്ചാണെങ്കിൽ അവിടെ പൊതുസമ്മേളനമൊക്കെ തുടങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ വോട്ടെടുപ്പ് കയറി വരികയും ആ സമയം വീണ്ടും നീണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നമുക്കറിയണം. അഭിലാഷ് മോഹനുണ്ട്. അഭിലാഷ്, സമയക്രമത്തിൽ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു സമയക്രമത്തിലെ മാറ്റം കൊണ്ട് തന്നെ പൊതുസമ്മേളനം ഉൾപ്പെടെ നിശ്ചയിച്ച സമയത്ത് നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരാട് CC-യിലേക്ക് ഒരു എതിർപ്പ് അറിയിക്കുകയും അതിന് പിന്നാലെ വോട്ടെടുപ്പ് നടക്കുകയും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് സമയക്രമത്തിൽ എല്ലാം ഒരു മാറ്റം വന്നത്. പക്ഷെ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനി പുതിയ സമയക്രമം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. MA ബേബി CPM ജനറൽ സെക്രട്ടറി ആകുന്നു എന്നുള്ളത് തന്നെയാണ്. EMS-ന് ശേഷം കേരളത്തിൽ നിന്ന് മലയാളിയായിട്ടുള്ള കേരള ഘടകത്തിൽ നിന്ന് ഒരു സഖാവ് പാർട്ടിയെ നയിക്കാൻ മുൻപന്തിയിലേക്ക് എത്തുന്നു. നമുക്കറിയാം പലതരത്തിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന അടിയന്തരാവസ്ഥ കാലത്ത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ആ തലത്തിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിലേക്കാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തിന്മേൽ ചർത്തപ്പെടുകയാണ്. അദ്ദേഹമാണ് ഇനി പാർട്ടിയെ നയിക്കുക. എന്തായാലും അവിടെ നിന്നുള്ളൊരു ഔദ്യോഗിക ബ്രീഫിംഗ് ഒക്കെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. പൊതുസമ്മേളനം നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അഭിലാഷ്, പുതിയ സമയക്രമം ഇനി എങ്ങനെയാണ്? പൊതുസമ്മേളനത്തിന്റെ ഉൾപ്പെടെ നിശ്ചയിച്ച സമയ രീതിയിൽ മാറ്റം വന്നല്ലോ ഒരു വോട്ടെടുപ്പ് നടന്നതോടുകൂടി. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പൊതുസമ്മേളനമാണ്. ഇതിനോടകം തന്നെ ഈ പ്രതിനിധികളായി വന്ന ഡെലിഗേറ്റുകളായി വന്ന നേതാക്കളൊക്കെ മടങ്ങി തുടങ്ങി. അവരൊക്കെ രാവിലെ ഹോട്ടലിൽ നിന്ന് ബാഗ് പാക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇനി അവർക്ക് യാത്രയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3 ലക്ഷം ബഹുജനങ്ങൾ അണിനിരക്കുന്ന ബഹുജന റാലിയാണ്. റെഡ് വോളണ്ടിയർ മാർച്ചും അതുപോലെ തന്നെ ഈ ബഹുജന റാലിയുമാണ് ഇനി നടക്കാനുള്ളത്. സമ്മേളനം അതായത് പാർട്ടി കോൺഗ്രസ് ഔദ്യോഗികമായി അതിൻ്റെ പ്രതിനിധി സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നടപടിക്രമങ്ങളൊന്നുമില്ല. ഇനി പൊതുസമ്മേളനമാണ് നടക്കേണ്ടത്. തമിഴ്നാട്ടിലെ CPM-ന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പ്രകടനം സ്വാഭാവികമായും പ്രതീക്ഷിക്കണം. കാരണം മധുര CPM-ന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മധുര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് CPM-ആണ്. CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ് മധുര പാർലമെന്റ് മണ്ഡലം. ഓർക്കണം, അങ്ങനെ ചരിത്രപരമായി തന്നെ CPM-ന് ശക്തിയുള്ള ഇടമാണ്. അപ്പം മധുരയുടെയും തമിഴ്നാടിൻ്റെയും സംഘടനാ ശക്തി ആകെ വിളിച്ചോതുന്ന ഒരു വലിയ വമ്പിച്ച പ്രകടനമാണ് ഇനി നഗരത്തിൽ നടക്കേണ്ടത്. ഇതിനോടകം തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഇന്ന് രാവിലെ കണ്ടതിൽ കൂടുതലും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, തെലങ്കാനയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ പാർട്ടി കോൺഗ്രസ് ആഘോഷമാക്കാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവർക്കെല്ലാം ആഹ്ലാദം പകരുന്ന വിധത്തിലുള്ള ഒരു വലിയ പൊതുസമ്മേളനമാണ് ഇനി നടക്കാനുള്ളത്. ഒരു 2.5-3 മണിക്കൂറെങ്കിലും സമ്മേളനം, അതായത് ഇതിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ വൈകി. സർവ്വദേശീയ ഗാനം പാടുമ്പോഴേക്ക് 3:30 ആയതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോട്ടെടുപ്പ് നടന്നതാണ്. അനാവശ്യമായി കുറച്ച് സമയം, സംഘടനാ രീതിയിൽ നമുക്ക് അതിന് അനാവശ്യം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറച്ച് സമയം അതുകൊണ്ട് വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇനി പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കമാണ്. പൊതുസമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മധുരൈ. ശരി, മധുരയെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പൊതുസമ്മേളനമാണ് നടക്കേണ്ടത്. 3 ലക്ഷം പേരെന്നുള്ളതാണ് നിലവിൽ പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നത്, ഉന്നയിക്കുന്ന ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പാർട്ടി സഖാക്കൾ എത്തും. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനി പൊതുസമ്മേളനത്തിലേക്കാണ് അടുത്ത ഘട്ടം കടക്കേണ്ടത്. ഒപ്പം റെഡ് വോളണ്ടിയർ മാർച്ചൊക്കെയാണ് നമ്മൾ കാണാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചകൾ മധുരയിൽ നിന്നുള്ളത്. എന്തായാലും തീരുമാനങ്ങളൊക്കെയും പുറത്തു വന്നിരിക്കുന്നു. അസാധാരണമായ ഒരു വോട്ടെടുപ്പ് ഉണ്ടാകുന്നു ഈ പാർട്ടി കോൺഗ്രസിൽ, 24ാമത് പാർട്ടി കോൺഗ്രസിൽ. ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വോട്ടെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നു. ഒപ്പം തന്നെ MA ബേബി പാർട്ടിയുടെ തലപ്പത്തേക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ പേര് ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. അതിനിടയിൽ അശോക് ധാവളിയുടെ പേര് ചില ഘട്ടങ്ങളിലൊക്കെ വന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവസാനം ഒറ്റ പേരിലേക്ക് തന്നെ എത്തുന്നു. പക്ഷെ ഒരു ഔദ്യോഗിക ബ്രീഫിംഗ് വിഷയത്തിന്മേൽ ഉണ്ടാകും എന്തായാലും. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ പ്രായപരിധി എന്നുള്ള ആ ഒരു തീരുമാനം അതിൽ കണിശമായി തന്നെ നിൽക്കുന്നു. ഈ 75 വയസ്സായിട്ടുള്ള ആളുകൾ മാറുന്നു, അവർ ഒഴിവാക്കപ്പെടുന്നു. ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. സുഭാഷിണി അലി, ഒപ്പം തന്നെ മണിക് സർക്കാർ എന്ന രീതിയിൽ CPM എന്നുള്ള പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന, നമ്മുടെ തലയിലേക്ക് ചിന്തയിലേക്ക് പ്രവഹിക്കുന്ന ആ പേരുകളൊക്കെ മാറുകയാണ്. പകരം മറുപേരുകൾ വരികയാണ്. വാസുകിയെ പോലുള്ള, മറിയം ധാവളയെ പോലുള്ള പുതിയ നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉൾപ്പെടെ ഇടം പിടിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ഒരു തലമുറ മാറ്റത്തിന് കൂടി മധുരൈ പാർട്ടി കോൺഗ്രസ് വേദിയാവുകയാണ്. പുതിയ നേതാക്കന്മാർക്ക്, പുതിയ സഖാക്കൾക്ക് നയിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ പാർട്ടി കോൺഗ്രസ് നൽകുന്നു. 92-ൽ ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് സമാനമായിട്ടുള്ളൊരു തലമുറ മാറ്റമാണ് ഇക്കുറി 24ാമത് പാർട്ടി കോൺഗ്രസിൽ മധുരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കേരളത്തിൽ നിന്നുള്ള സഖാക്കൾ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് MA ബേബി കൂടി പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അതിൻ്റെ ആവേശവും ഒക്കെ അവരുടെ വാക്കുകളിൽ നിലനിൽക്കുന്ന കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടു. ഫ്ലക്സ് ബോർഡുകളൊക്കെ
നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒരു നാടിന്റെ ആവേശം തന്നെ നമ്മൾ നേരത്തെ പ്രതികരണങ്ങളിലൂടെ കേട്ടു. എന്തായാലും 6 ദിവസം നീണ്ടുനിന്ന മധുരയിലെ CPM പാർട്ടി കോൺഗ്രസിന് സമാപനമാകാൻ പോവുകയാണ്.